വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കിട്ടിയിട്ട് അവസാനം 1-2 കാര്യങ്ങൾ മട്ടുപോലെ ഇങ്ങനെ തങ്ങും, അത് നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ നടക്കാത്ത കാര്യം വെച്ചോട്ട് ദൈവത്തിന് നിങ്ങളെ അളക്കും, അത് പണിയാവും. അങ്ങനെ ചെയ്യരുത്. നടക്കാത്ത കാര്യം വെച്ചിട്ട് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കത് നടന്നില്ലല്ലോ എന്ന് പറയും. നടന്ന കാര്യങ്ങളെല്ലാം ഈ പന്നി മറന്നു പോകും. അതാണ് ഏറ്റവും വലിയ സങ്കടമേ. നടന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകും, അതെല്ലാം ഇവർ തന്ത്രപൂർവ്വം മറന്നു പോകും. അവസാനം നടക്കാത്ത 2 കാര്യങ്ങളുണ്ടാകും. അതാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യണത്. എന്താണ് പറയണത്? ഞാൻ ഇത്രയോ കണ്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഇതിന് ഇങ്ങനെ ദൈവത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പം, അതോടുകൂടി ഉടമ്പടി 2 കണ്ടിക്കും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരു അറ്റം. അതുകൊണ്ട് ജോഷുവ അതാണ് പറയണത്, നിങ്ങൾ ഭയപ്പെടരുത്. സംഖ്യ 14:9 നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. കണ്ടേ, അതേ കിടക്കണ പരിപാടി. എന്താ സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്, ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്, അവരെ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു വിഷയം അവസാനം നടക്കാത്ത കുറേ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ഒരു വയസ്സും കാലം ഒന്ന് കഴിഞ്ഞിട്ടും ഒരു വിഷയം നടന്നില്ലെങ്കിൽ ആ വിഷയത്തെ നിങ്ങൾ ഭയപ്പെടരുത്.